ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. നമ്മൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാ ഈ കാണുന്ന നല്ലൊരു വി നെക്കിൽ പ്ലീറ്റ്സ് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തി ഉണ്ടല്ലോ, അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതുപോലെ ക്ലോത്തിനെ ആദ്യം രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എത്രയാണോ റെഡിയായി കഴിയുമ്പോൾ നിങ്ങളുടെ കുർത്തി ലെങ്ത്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ചേർത്തിട്ട് നമ്മൾ മടക്കി വെക്കണം. അതായത് മുകളിലേക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും കൂടി ചേർത്തിട്ട് ഞാനിവിടെ 45 പ്ലസ് 1.5 ഇഞ്ചിലാണ് 46.5 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇത് നമ്മളുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ പല ഡിസൈൻസും കളേഴ്സും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. 2.90 മീറ്റർ കട്ട്സ് വരുന്ന ഈ മെറ്റീരിയൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു മോഡലിൽ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 46.5 വരുന്ന 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ ബാക്ക് പാനൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഫ്രണ്ട് നമ്മൾ പിന്നീടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ്, ഇതുപോലത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലൊന്ന് വാട്സപ്പ് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ബാക്ക് പോർഷനിൽ എടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ അധികം നെക്ക് ഇറക്കാത്തത് കൊണ്ട് ഞാനിവിടെ നമ്മുടെ ആക്ച്വൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അതേപോലെ നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1/4 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് കയറും, 3.25 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഞാൻ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതാണ് ഇവിടുത്തെ ഷോൾഡർ സ്ലോപ്പ്. ഇനി അതിൻ്റെ താഴേക്ക് 7 ഇഞ്ച് നമ്മൾ ആം ഹോൾ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുന്നു. അതിൻ്റെ സീം അലവൻസ് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടും നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് ഈസിന് വേണ്ടി ചേർത്തണം. അപ്പോൾ ഇവിടെ 10.25 കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ലെങ്ത്ത് ഇവിടെ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതേപോലെ 21.5 ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം മാർക്ക് ചെയ്യേണ്ടത് മുകളിലെ 1/2 ഇഞ്ച് ലൈനിൻ്റെ താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി വേസ്റ്റ് റൗണ്ടിലും നമ്മൾ സെയിം വേസ്റ്റ് റൗണ്ടിൻ്റെ 1/4 ഭാഗം കാണുക, 3/4 ഇഞ്ച് ഈസ് ചേർക്കാം. അപ്പം ഞാനിവിടെ 3/4 ഇഞ്ച്, 1/2 ഇഞ്ച് മുതൽ നിങ്ങൾക്ക് 1 ഇഞ്ച് വരെ ഈസിന് വേണ്ടി ചേർക്കാം. അത് ഓരോരുത്തർ ഇടുന്ന ഫിറ്റിനനുസരിച്ചിട്ടാണ്. നല്ല ടൈറ്റായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ഇഞ്ച് ഈസ് ചേർത്താലും മതി കേട്ടോ. അതുപോലെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ എപ്പോഴും നമ്മൾ 1/4 ഇഞ്ച് ഈസ് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ അവിടെ മാത്രം 1.5 ഇഞ്ച് സീം അലവൻസ് ഇടരുത്. 3/4 ഇഞ്ചോ 1 ഇഞ്ചോ മാക്സിമം ഇടാം. ഞാനിപ്പോൾ അത് അവിടെ ഒരു 3/4 ഇഞ്ചാണ് സീം അലവൻസ് അവിടെ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ അത്ര വൃത്തി ഉണ്ടാവില്ല, ഒരുപാട് വലിയ സ്ലിറ്റായി പോവും. ഇനി നമുക്ക് നേരെ ബോട്ടം പാർട്ടിൽ എത്രയാണ് കൊടുക്കണമെന്ന് നോക്കാം. ബോട്ടം പാർട്ടിൽ നമ്മൾ 12.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാൻ മുകളിൽ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് 1/4 ഇഞ്ച് മാത്രമാണ് ഈസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തത്. അതിനുശേഷം 3/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്തു. ഇനി ഇവിടെ ബോട്ടം പാർട്ടിൽ ഞാനിവിടെ 12.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അവിടെയും 3/4 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്തെടുത്തു. ഇനി ബാക്കി പോർഷനിൽ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നു. ഇവിടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്താലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണം. കണ്ടല്ലോ. അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ആം ഹോളൊന്ന് മെഷർ ചെയ്ത് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടു. എന്നിട്ട് ഇതാ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഞാൻ വരയ്ക്കുകയാണ്. ആം ഹോൾ റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി നമ്മൾ നെക്ക് ഡെപ്ത്ത് മാർക്ക് ചെയ്യണം. ആ 1/2 ഇഞ്ചിൻ്റെ താഴേക്ക് ഞാൻ 2.25 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3 ഇഞ്ച് ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് ഞാൻ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെയാണ് കട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുണ്ടാവും. ഇനി നമുക്ക് ഫ്രണ്ട് പാനൽ, ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് ഒരു പീസ് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത ശേഷം നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തു വയ്ക്കുക. താഴെ വരെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ 3 ഇഞ്ച് വര എവിടെയാണോ അവിടെ നമ്മുടെ ബാക്ക് പോർഷൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എല്ലാവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന്
കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് വരെ മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടത്തെയും അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ട് അതുപോലെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മുകളിൽ 1/2 ഇഞ്ച് വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴേക്ക് നമ്മൾ 9.5 ഇഞ്ചിലും അതേപോലെ തന്നെ നമ്മുടെ 3 ഇഞ്ച് നമ്മൾ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തതിന് വിട്ടിട്ട് നമ്മുടെ 3.5 ഇഞ്ച് നെക്ക് വിട്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനൊരു 1/2 ഇഞ്ച് മാത്രം പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ചത് നമ്മൾ ടൈറ്റായിട്ട് കോളർ പോലെ നിൽക്കുന്ന ആ വീനൊക്കെ ഉണ്ടല്ലോ, അത് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. പക്ഷേ ഞാനത് മാറ്റുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ചു വെട്ടാനായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ പകുതി ലെങ്ത്തിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ചു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വ്യത്യാസം വരുത്തുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ നെക്കിൻ്റെ വിഡ്ത്തിലും അതേപോലെ താഴെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1.25 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് ആവും കേട്ടോ, 1/4 ഇഞ്ചും കൂടി എക്സ്ട്രാ നമ്മുടെ കയറി വരും. അപ്പോൾ ഇതുപോലെ ഈ ഒരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതിനേക്കാൾ കുറച്ച് ലെങ്ത്ത് കൂടിയ 3.5 ഇഞ്ചിൽ ഉള്ള ഒരു പീസ്, 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അതിൽ നമ്മൾ ക്യാൻവാസ് പേപ്പറും 1.25 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് നമ്മളത് അയൺ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ബാക്കി വന്ന ക്ലോത്തിനെ ഇതുപോലെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതായത് 2 പീസാണ്, അതിനെ 2 ആക്കി മടക്കിയിടുമ്പോൾ ടോട്ടൽ 4 പീസ് വരുമല്ലോ. ഇനി അതിൽ ലെങ്ത്ത് വരുന്നത് ടോട്ടൽ 16.5 ഇഞ്ചാണ്. മുകളിലൊരു 1/2 ഇഞ്ചും താഴെ ഞാൻ വളരെ ചെറുതായിട്ടാണ് മടക്കിയടിക്കുന്നത്, അതുകൊണ്ടൊരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ടോട്ടൽ 16.5 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട വിഡ്ത്ത് എന്ന് പറയുന്നത് 9.25 ഇഞ്ചാണ്. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ 9.25 ഇഞ്ച് പോയിൻ്റ് വരുന്നത് എനിക്ക് ഇവിടെ ക്യാപ്പ് ഹൈറ്റ് 3.5 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ 3.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം സീം അലവൻസ് ആയിട്ടുള്ള 1.5 ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ ബോട്ടമിൽ 5 ഇഞ്ചാണ് എനിക്ക് ആം റൗണ്ട് അല്ല സ്ലീവ് റൗണ്ട് വരുന്നത്. അതിന് കൂടെ 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സ്ട്രേറ്റ് ലൈനാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആം റൗണ്ട് ഉണ്ടല്ലോ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടൊന്ന് നോക്കുക. എന്നിട്ട് എത്ര ഡിഫറൻസ് ഉണ്ടോ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ലീവ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി സെൻറ്ററിൽ ഒരു നോച്ച് കൊടുത്തു, അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഫ്രണ്ട് ആം ഹോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നമുക്കിനി അഥവാ മാറിപ്പോയാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയൽസ് ഇതിൻ്റെ വേറെ കളേഴ്സും ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.